വല്ലാത്ത ഇഷ്കാണ് റസൂലേ, വല്ലാത്ത ആഗ്രഹമാണ് നബിയേ. അതുകൊണ്ടെന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഒന്നാമത്തെ ആളാരെന്നറിയോ? മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന, മലക്കുകളുടെ ദുആ കിട്ടുന്ന ഒന്നാമത്തെ വ്യക്തിയാരെന്നറിയോ? ഇവിടെ വന്ന ചെറുപ്പക്കാരാ, പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മനസാറ മരീളാ തുസല്ലി അലൈഹി വൽ മലായിക. ഒന്നാമത്തെ ആളാരെന്നറിയോ? ഇവിടെ ഒരുമിച്ച് കൂടിയ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, ചെറുപ്പക്കാരാ, പഠിക്കണേ പൊന്നുമക്കളെ. ഒന്നാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, അവനതേ രോഗിയെ സന്ദർശിച്ചാൽ, അവന് രോഗിയെ കാണാൻ പോയാൽ അല്ലാഹുവിന്റെ മാലാഖമാരെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ലോകത്തിന്റെ നേതാവ് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. നമ്മുടെ പള്ളിയുടെ പരിസരത്തെടുത്ത് പരിശോധിച്ചു നോക്കിയേ, നമ്മുടെ വീടിന്റെ പരിസരം എടുത്ത് പരിശോധിച്ചു നോക്കിയേ. ഉപ്പമാര് രോഗിയായി കിടക്കുന്നവരില്ലേ? ഉമ്മമാര് രോഗിയായി കിടക്കുന്നവരില്ലേ? സുഹൃത്തുക്കള് രോഗിയായി കിടക്കുന്നവരില്ലേ? അതേ നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ടവര്, രക്തബന്ധങ്ങൾ അതേ രോഗിയായി കിടക്കുന്നവരില്ലേ? എത്ര പേരാണെന്ന് രോഗസന്ദർശനം നടത്തിയത്? ഒന്ന് ചോദിച്ചു നോക്ക്. ഒന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട്, കൈവച്ചുകൊണ്ട് ചിന്തിക്കുപ്പമാരെ. ഇന്ന് എത്ര പേരാണ് അല്ലാഹുവേ, ഇന്ന് സൂര്യൻ ഉദിച്ചത് മുതൽ ഇന്നത്തെ രാത്രി വരെ എത്ര പേരാ അല്ലാഹുവേ രോഗസന്ദർശനം നടത്തിയത്? എത്ര പേരാ? ചിന്തിച്ചു നോക്ക് ചെറുപ്പക്കാരാ. ഏതെങ്കിലും ഒരു മനുഷ്യന് രോഗസന്ദർശനം നടത്തിയാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, അല്ലാഹുവേ ആ മനുഷ്യന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ മാലാഖമാരെ നിർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നതാ. മാലാഖമാരെ നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല രോഗിയായ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, രോഗസന്ദർശനം ചെറിയൊരു കാര്യമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. രോഗസന്ദർശനം എന്ന് പറഞ്ഞാൽ പ്രിയമുള്ള സഹോദരന്മാരെ, രോഗസന്ദർശനം പറ്റിയിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, ചെറിയൊരു കാര്യമല്ല, വല്ലാത്ത പ്രതിഫലങ്ങൾ കിട്ടുന്നതാണ് ലോകസന്ദർശനം. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, മാ മിൻ റജുലിൻ യഊദു മരീളാ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, അവന് രോഗസന്ദർശനം നടത്താൻ വേണ്ടിയിട്ട് അവനതേ പകല് സമയത്താ, അവന് വൈകുന്നേര സമയത്താണ് രോഗസന്ദർശനം നടത്താൻ വേണ്ടിയിട്ട് തന്റെ വീട്ടിൽ നിന്ന് പോവുകയാ. ഇവിടെ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, നിങ്ങളതേ ഇന്നത്തെ രാത്രിയതേ നിങ്ങളുടെ കൂട്ടുകാരന്റെ രോഗസന്ദർശനം നടത്താൻ നിങ്ങൾ പോയാൽ ഇല്ലാ ഖറജ മഅഹു 70,000 മലായിക. അതേ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് രോഗസന്ദർശനം നടത്തിയതിന്റെ പേരിൽ 70,000 മാലാഖമാരെ നിങ്ങളുടെ അതേ സൈഡിലേക്ക് അയക്കുകയാ. നിങ്ങളുടേതായ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ രോഗസന്ദർശനം നടത്തിയതിന്റെ കാരണമായി നിങ്ങളുടെ മുന്നിലേക്ക് 70,000 മാലാഖമാരെ അയക്കുകയാ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആ മാലാഖമാര് ചെയ്യുന്ന പ്രവർത്തനം എന്തെന്നറിയോ? ഇസ്തഗ്ഫിറൂന ലഹു ഹത്താ യുസ്ബിഹ. ആ മനുഷ്യന് വേണ്ടി പ്രഭാതം വരെ, നാളെ സുബഹി വരെ ആ മനുഷ്യന് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നതാ. അവന്റെ പാപം പൊറുക്കാൻ, അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ അല്ലാഹുവിന്റെ മാലാഖമാര് ദുആ ചെയ്യുന്നതാ. കണ്ണുകൊണ്ട് ഹറാമ് കണ്ടവരെ, ചെവി കൊണ്ട് ഹറാമ് കേട്ടവരെ, നാവ് കൊണ്ട് ഹറാമ് പറഞ്ഞവരെ, കൈ കൊണ്ട് ഹറാം പിടിച്ചവരെ, കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്ന
നടന്നവരെ, ഹൃദയം കൊണ്ട് ഹറാമ് ചിന്തിച്ചവരെ, പൊന്നുപ്പമാരെ, ഇവിടെ ഇരിക്കുന്ന എത്രയോ ആളുകളാ ഇന്നത്തെ ദിവസം മുഴുവൻ ഹറാമിലായിട്ട് കഴിഞ്ഞുകൂടിയ ചെറുപ്പക്കാരില്ലേ, ഉമ്മമാരില്ലേ? ഈ വളവിന്റെ സദസ്സിൽ വരുന്നതിന് തൊട്ടു മുമ്പ് വരെ സിനിമകളും സീരിയലും കണ്ട് കണ്ണുകൾ നിറച്ചവരില്ലേ? എന്നാൽ നിങ്ങളുടെ പാവം പൊറുക്കണോ? നിങ്ങൾക്ക് തൗബ വേണോ? നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പാപം പൊറുപ്പിക്കണോ? അത് എങ്ങനെയെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, രോഗസന്ദർശനം നടത്തിയാൽ നിന്റെ പാവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല മാലാഖമാരെ കൊണ്ട് പൊറുപ്പിക്കുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്താ രോഗസന്ദർശനം നടത്തിയത്? എത്ര പേരുണ്ട് നമ്മുടെ സദസ്സിൽ? കൈപൊക്കാനൊന്നും പറയുന്നില്ല. കൈപൊക്കിയാൽ എത്ര പേരുണ്ടെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, രോഗസന്ദർശനം വളരെയധികം ഏറ്റവും നല്ല ഗുണമുള്ളതാണ്. അത് ചെയ്താൽ മലക്കുകളുടെ ദുആ നമുക്ക് കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യന് അവനതേ നല്ല ഹൃദയത്തോടു കൂടിയിട്ട് രോഗസന്ദർശനം നടത്തിയാൽ ആ മനുഷ്യന് നാളെ സ്വർഗ്ഗത്തിൽ കൊട്ടാരം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന് അവിടുന്ന് രോഗസന്ദർശനം നല്ല മനസ്സോടെ, നല്ല ഹൃദയത്തോടെ, വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, അവൻ നല്ല ഹൃദയത്തോടെ, നല്ല മനസ്ഥിതിയോടെ അവൻ ദുആ ചെയ്തുകൊണ്ട്, അല്ലാഹുവേ, എന്റെ സഹോദരൻ രോഗിയായി കിടക്കുന്നു റബ്ബേ, എന്റെ ഉമ്മ രോഗിയായി കിടക്കുന്നുണ്ട്, എന്റെ അയൽവാസി രോഗിയായി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് രോഗസന്ദർശനം നടത്തിയാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് എന്തെന്നറിയോ? ഓ മനുഷ്യന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അതേ കൊട്ടാരം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അതേ, ഈ മഹലിന്റെ പരിസരത്തതേ എത്രയോ കോൺക്രീറ്റ് സൗധങ്ങളാണുള്ളത്, എത്രയോ നല്ല മനോഹരമാകുന്ന വീടുകളിലാണ് ഞാനും നിങ്ങളും അന്തി ഉറങ്ങുന്നത്. എന്നാൽ നാളെ അല്ലാഹുവിൻ്റെതായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന സ്വർഗ്ഗത്തിൽ ഒരു വീട് സ്വന്തമാക്കാൻ അതേ തയ്യാറുണ്ടോ ചെറുപ്പക്കാരാ? സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കാൻ, സ്വർഗ്ഗത്തിൽ അതേ ഒരു കൊട്ടാരം മേടിക്കാൻ നിങ്ങൾ തയ്യാറാണോ ചെറുപ്പക്കാരാ? എങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ രോഗസന്ദർശനം നടത്തിയാൽ നാളെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നാളെ സ്വർഗ്ഗത്തിൽ കൊട്ടാരം ലഭിക്കുമെന്ന്, നിങ്ങൾക്ക് തരുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ